നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, ഗഗൻ വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. കാശിന്റെ കാര്യത്തിനാണെങ്കിൽ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ഒരു നിർവാഹവും ഇല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗഗനും അറിയാലോ. അത് പിന്നെ ഞാൻ വന്നത് കാശിന്റെ കാര്യത്തിനല്ല. ഞാൻ വന്നത് ദേവൂട്ടിയുടെ കാര്യം സംസാരിക്കാനാ. ദേവൂട്ടിയുടെ കാര്യോ? അവളെ കുറിച്ച് എന്ത് സംസാരിക്കാൻ? അവൾ ഈ കുടുംബത്തിൽ ആരുമല്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. അല്ല, ഇപ്പൊ അങ്ങനെ പറഞ്ഞാലും ദേവൂട്ടി ഇതുവരെ വളർത്തിയതും സംരക്ഷിച്ചതൊക്കെ സുരേന്ദ്രൻ ചേട്ടനാണല്ലോ. സുരേന്ദ്രൻ ചേട്ടൻ സുഖമില്ലാതെ കിടക്കുന്നോണ്ടാ ദേവൂട്ടിയുടെ കാര്യം ഇവിടെ സംസാരിക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ അവളുടെ കാര്യം എന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളത്? അവളെ വീണ്ടും ഇവിടെ നിർത്താനാണ് പറയുന്നെങ്കിൽ അത് പറ്റൂല. അക്കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അയ്യോ, വിഷയം അതൊന്നുമല്ല. കാര്യം ദേവൂട്ടിക്ക് എന്തൊക്കെ കുറവുകളുണ്ടായാലും അവളെ പണ്ട് മുതൽ എനിക്ക് വലിയ കാര്യമായിരുന്നു. കാര്യം എന്ന് വെച്ചാ എന്താ ഗഗൻ ഉദ്ദേശിക്കുന്നേ? എനിക്ക് ദേവൂട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്റെ ദൈവമേ, വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം അവളെയാണല്ലോ വേണ്ടത്. എന്താ അതിന്റെ കാര്യം? ഇനി അവള് വരെ വശീകരണ മന്ത്രവും പ്രയോഗിച്ചിട്ടുണ്ടാവോ? ഞാൻ പറഞ്ഞതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാനവളെ കല്യാണം കഴിക്കുന്നതില് ഇവിടെ ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാ, അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇയാൾക്ക് എന്തത്ര നിർബന്ധം? അല്ല, ഗഗന്റെ നിലയും വിലയൊക്കെ വെച്ച് അവളെക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ ഭാര്യയായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ദേവൂട്ടിയുടെ കുറവുകളൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അവളെപ്പോലെ അടക്കവും ഒതുക്കവും ദൈവഭക്തിയും ഉള്ളൊരു കുട്ടി വേണം എന്റെ ഭാര്യയായിട്ട് വരാൻ. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ എതിർപ്പൊന്നും ഇല്ലെങ്കിൽ. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ അവന്റെ മനസ്സിലിരിപ്പ്? എന്താ, സമ്മതമല്ലേ? ഗഗൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഇത്രയും കാലം അവളെ പോറ്റി വളർത്തിയത് ഞങ്ങൾ തന്നെയാ. അപ്പൊ കല്യാണത്തിന് സ്വാഭാവികമായും ഞങ്ങളോട് അനുവാദം ചോദിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കാര്യം സംസാരിക്കാൻ ഇവിടേക്ക് വന്നത്. ആട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? കാര്യം വളർത്തുമോളാണെങ്കിലും കല്യാണം കഴിഞ്ഞാ പിന്നെ ഗഗൻ ഞങ്ങളുടെ മരുമോനാവുമല്ലോ. ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും അതിൻ്റെതായ ഗുണമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ ബന്ധം നടന്നാൽ നിങ്ങളുടെ ഈ വീട് ഞാൻ വിട്ടുതരും. മുതലും പലിശയടക്കം നിങ്ങൾ എനിക്ക് തരാനുള്ള കാശും ഞാൻ വേണ്ടെന്ന് വെക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്ന് തുടർന്നും സഹായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സുരേന്ദ്രൻ ചേട്ടനെ നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്യാം. ഗഗൻ ഇപ്പൊ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? തീർച്ചയായും. പറഞ്ഞ വാക്കിൽ നിന്ന് ഈ ഗഗൻ ജീവൻ പോയാലും മാറില്ല. എന്നാ ഗഗൻ ഇരിക്കട്ടോ. അവളുടെ അച്ഛനോടും മുത്തശ്ശിയോടും സംസാരിച്ചിട്ട് ഈ കാര്യത്തിൽ ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. നല്ല കാര്യങ്ങള് വെച്ച് താമസിപ്പിക്കാൻ പാടില്ലാന്നാണല്ലോ. ഞാനിപ്പോ വരാം. ആകെ കുഴഞ്ഞല്ലോ മോളെ. അവൾ ഇപ്പൊ ഇങ്ങ് വരും. നിന്നെ ഇവിടെ കണ്ടാ വേണ്ടി വന്ന ഇപ്പൊ അവന്റെ കൂടെ പറഞ്ഞു വിടുകയും ചെയ്യും. എന്റെ ദേവി, എന്താ ഒരു രക്ഷ! വിദ്യാമേ, ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നു. എന്താ ഇന്നത്തെ പ്രത്യേകത? ഇന്ന് മാത്രല്ല, സത്യം പറയാലോ,
വിദ്യാമ്മ ഇവിടെ വരാൻ തുടങ്ങിയ പിന്നെ ഞങ്ങളുടെയൊക്കെ സമയം ഒന്ന് കലങ്ങി തെളിഞ്ഞു എന്നാ തോന്നുന്നേ. വിദ്യാമ്മ വന്നേല് പിന്നെ സുരേന്ദ്രേട്ടന്റെ അസുഖത്തിലും കാര്യമായിട്ട് മാറ്റമുണ്ട് അല്ലേ? ദിവസം ചെല്ലും തോറും ആള് ഉഷാറായിട്ട് വരിക. അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു നല്ലൊരു കാര്യം നടക്കാൻ പോവാ. നീ കാര്യം എന്താണെന്ന് പറയും തുമതി. അറിഞ്ഞാലല്ലേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റൂ. അത് പിന്നെ അമ്മേ, അയാള് വന്ന എന്തിനാന്നറിയോ? നമ്മുടെ ദേവൂട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നറിയേ. നമ്മുടെ ദേവൂട്ടിയോ? അവള് നിന്റെ ആരുമല്ലെന്നാണല്ലോ നീ ഇതുവരെ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് എന്താ അവളോട് ഇത്ര സ്നേഹം തോന്നാൻ? അത് പിന്നമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് എനിക്ക് അവളോട് സ്നേഹം ഇല്ലാണ്ടിരിക്കോ? അവള് ഈ വീട്ടിലെ കുട്ടിയല്ലേ. എന്നെ എന്റെ കുട്ടികളെക്കാളും ഇങ്ങേര് സ്നേഹിച്ചതും സംരക്ഷിച്ചതൊക്കെ അവളെയല്ലേ. എന്തുമാത്രം കാശാ അവക്ക് വേണ്ടി സുരേന്ദ്രേട്ടൻ ചെലവാക്കിയിട്ടുള്ളേ. ആരുമില്ലാത്ത വികലാംഗയായ ഒരു പെണ്ണിനെ എടുത്തു വളർത്തി ഇത്രയും വലുതാക്കണമെങ്കിൽ ചില്ലറ കാശൊന്നുമല്ലല്ലോ വേണ്ടത്. ആ കാശിന് 4 പശുക്കളെ വളർത്തിയിരുന്നെങ്കിൽ അതിന്റെ ആദായെങ്കിലും കിട്ടിയേനെ.